എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൻ്റെ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന TV പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ TV പ്രോഗ്രാമിലൂടെ നിങ്ങളെ സന്ധിക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്നറിയുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. ഈ TV പ്രോഗ്രാം കണ്ട നിരവധി ആളുകൾ സൗഖ്യമാകുകയും അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ കർത്താവ് ഇടയാക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന ഈ TV പ്രോഗ്രാം പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ച് നിങ്ങൾ ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. എവിടെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ലജ്ജിച്ച് തല താഴ്ത്തുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഒരിക്കലും ലജ്ജിച്ച് തല താഴ്ത്തുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുവദിക്കത്തില്ല. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന ഈ TV പ്രോഗ്രാം ശ്രദ്ധിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കുന്നു. വേദപുസ്തകമുള്ള എല്ലാവർക്കും വേദപുസ്തകം തുറക്കാം. അല്പനിമിഷങ്ങളിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കും. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ച് അറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. നമ്മൾ ഇന്ന് രാവിലെ ചിന്തിക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ പേര് ദൈവഹിതം. നല്ലൊരു ആമേൻ പറ. ദൈവഹിതം എന്താണ്? എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞേ, ദൈവഹിതം. ഒന്നുകൂടെ പറഞ്ഞേ, ദൈവഹിതം. ഇതിനകത്ത് വന്നിരിക്കുന്ന സകല കുടുംബത്തിനകത്തും ഒരു ദൈവഹിതമുണ്ട്. ഇതിനകത്ത് വന്നെത്തിയ ആരും ദൈവഹിതത്തിൻ്റെ വെളിയിലല്ല, നിങ്ങൾ ദൈവഹിതത്തിനകത്താ. ദൈവഹിതം എന്താണെന്നറിയാമോ? ദൈവഹിതം നന്മയാണ്, ദൈവഹിതം പ്രസാദമാണ്, ദൈവഹിതം പൂർണ്ണതയാണ്. ഇന്നത്തെ ഈ യോഗം തീരുന്നതിന് മുൻപ് നിങ്ങൾ ദൈവഹിതം അറിയും. എന്നാ അറിയും? നമ്മുടെ ചെറിയ പ്രശ്നം, നമുക്ക് ഇപ്പോഴും ദൈവഹിതം എന്താണെന്നറിയില്ല. ലോകത്തിൽ നിങ്ങളെക്കുറിച്ച് ആളുകൾക്കൊത്തിരി ഹിതം കാണാം, നിങ്ങളുടെ ശത്രുക്കൾക്കൊത്തിരി ഹിതം കാണാം, മന്ത്രവാദികൾക്കൊത്തിരി ഹിതം കാണാം. പക്ഷെ ദൈവത്തിൻ്റെ ഹിതമേ നടക്കത്തുള്ളൂ. എത്ര പേർക്ക് ഇന്ന് രാവിലെ ഉറപ്പുണ്ട്, എൻ്റെ വീട്ടിൽ ദൈവത്തിൻ്റെ ഹിതമേ നടക്കത്തുള്ളൂ? നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആണി അടിച്ചവൻ്റെ ഹിതം നടക്കത്തില്ല. നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആഭിചാരം ചെയ്തവൻ്റെ ഹിതം നടക്കത്തില്ല. നിനക്കെതിരെ അപവാദം പറഞ്ഞവൻ്റെ ഹിതം നടക്കത്തില്ല. നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഹിതം നിറവേറുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്ക് ഇന്ന് രാവിലെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ 2 കരങ്ങളും അടിച്ചു സ്തോത്രം പറഞ്ഞേ. നിങ്ങളൊരു ദൈവഹിതത്തില. രോഗമാണോ? ഹിതത്തില. പ്രതിസന്ധിയാണോ? ദൈവഹിതത്തില. പ്രതികൂലമാണോ ജീവിതത്തിൽ? ദൈവഹിതത്തിനകത്താ. എവിടെ? അടുത്തിരിക്കുന്ന ഒരാൾക്ക് കൈ കൊടുത്ത് പറ, ദൈവഹിതത്തിനകത്താ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 4 ഹിതങ്ങളുണ്ട്. ഒന്നാമത്തെ ഹിതം എനിക്ക് എന്നെ കുറിച്ചുള്ള ഹിതം. 2 എന്നെ കുറിച്ചുള്ള എൻ്റെ ശത്രുക്കളുടെ ഹിതം. 3 എന്നെ കുറിച്ചുള്ള പിശാചിന്റെ ഹിതം. 4 എന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം.
ഒരാമേൻ പറഞ്ഞേ. ഇന്ന് രാവിലെ ശത്രുവിന്റെ ഹിതം നടക്കത്തില്ല, പിശാചിന്റെ ഹിതം നടക്കത്തില്ല, എന്നെ കുറിച്ചുള്ള എന്റെ ഹിതം നടക്കത്തില്ല. ദൈവത്തിന്റെ ഹിതം നിറവേറുക. ഇത് ഞാൻ പ്രവചനാത്മാവിൽ രാവിലെ ദൈവസഭയ്ക്ക് ദൂത കൈമാറുക. ഈ രാവിലെ നിന്നെ കുറിച്ചുള്ള 4 ഹിതം. എത്ര ഹിതം? 4. 1, എനിക്ക് എന്നെ കുറിച്ച് ഹിതം. 2, എന്നെ കുറിച്ച് പിശാചിന് ശത്രുക്കൾക്കുള്ള ഹിതം. 3, എന്നെ കുറിച്ച് പിശാചിനുള്ള ഹിതം. 4, എന്നെ കുറിച്ച്. നമ്മൾ വിചാരിച്ച ഹിതവും നടക്കത്തില്ല. അതാ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ കിടന്ന് പറഞ്ഞ, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഇന്ന് രാവിലെ പറയാൻ പറ്റുമോ, ദൈവമേ എൻ്റെ ഇഷ്ടം വേണ്ട, നിന്റെ ഇഷ്ടം നിറവേറട്ടെ? അങ്ങനെ പറയാൻ തൻ്റെ ഇടമുള്ളവർ കരമുയർത്തി ഒരാമേൻ പറഞ്ഞ്, ഒരാമേൻ പറഞ്ഞ, ദൈവമേ എൻ്റെ ഹിതം വേണ്ട, നിന്റെ ഹിതം നടക്കട്ടെ. എൻ്റെ ഇഷ്ടം വേണ്ട, നിന്റെ ഇഷ്ടം നടക്കട്ടെ. ഇത്രയും ശ്രേഷ്ഠമായിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചതിന് സ്വതന്ത്രം പറയണം. എത്ര സുന്ദരമായിട്ടാ ദൈവം നമ്മളെ സൃഷ്ടിച്ചേ. സത്യമല്ലേ? എത്ര സുന്ദരമായിട്ടാ. നമ്മളൊരു ഫോട്ടോ എടുത്ത്, എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ ആദ്യം നോക്കുന്നത് ഞാൻ എങ്ങനെ ഉണ്ടെന്നാ, പിന്നെ നോക്കുന്ന പാസ്റ്റർ എങ്ങനെ ഉണ്ടെന്ന്, ഞാൻ എങ്ങനെ ഉണ്ടെന്ന്. എന്ന് വെച്ചാൽ അവനവന്റെ സൗന്ദര്യ ശാസ്ത്രത്തിൽ അവനവനാണ് ഏറ്റവും സൗന്ദര്യമുള്ളവര്. അതുകൊണ്ട് സൗന്ദര്യം കൂട്ടണ്ട, നിനക്ക് വേണ്ടതെല്ലാം ദൈവം തന്നിട്ടുണ്ട്. അതിന് നന്ദി പറയാൻ പറ്റുന്നവർക്കായി സ്വതന്ത്രം ഞാൻ മുന്നോട്ട് പറയുക. ഒന്നാമത്തെ കാര്യം, അതിശയവും ഭയങ്കരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം പറയുന്നു. 5 കാര്യം പറയണം ദൈവഹിതം അറിയാൻ. 5 കാര്യം. അതൊന്ന് വായിക്കാൻ പോവാ. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ 1-ാമത്തെ കാര്യം കിടപ്പുണ്ട്. 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ, ആശയിൽ സന്തോഷിപ്പീൻ. 1 പ്രത്യാശ. മോനെ തൊട്ട് മേളത്തെ വാക്യം വായിച്ചേ. സഹോദരപ്രീതി തമ്മിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ. 1 അന്യോന്യം ബഹുമാനിക്കണം. 2 കർത്താവിനെ സേവിക്കണം. 3 കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കണം. 4 പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. 5 വിശുദ്ധന്മാരുടെ ആവശ്യത്തിൽ കൂട്ടായ്മ കാണിക്കണം. 6 അതിഥി സൽക്കാരം മറക്കരുത്. അത് ആ വാക്യത്തിലുണ്ട്. 11 തൊട്ട് 13 വരെയുള്ള വാക്യം വായിക്കുമ്പം അതിനകത്ത് ഇത് മുഴുവൻ കിടപ്പുണ്ട്. മോനെ വായിച്ചേ ആ വാക്യം, പെട്ടെന്ന് വായിച്ചേ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. കർത്താവിനെ സേവിക്കണം. ആശയിൽ സന്തോഷിപ്പീൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ. കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കണം. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ. വിശുദ്ധന്മാരുടെ സഭയ്ക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യും. വീട്ടിൽ വന്നാൽ പട്ടിയുണ്ട്, ഗേറ്റ് തുറക്കരുത് എന്ന് എഴുതി വെക്കാതെ വെള്ളം കൊടുക്കണം. സ്വതന്ത്രം പറ. ഇതാണ് ഇത്രയും കാര്യ. 6 ദൈവഹിത അറിയാനുള്ള 6 കാര്യ പറഞ്ഞ. ദൈവഹിത അറിയാൻ പ്രാർത്ഥനയിൽ ഒറ്റിരിക്കണം. പ്രാർത്ഥനയിൽ ഒറ്റിരിക്കണം. നിങ്ങൾ ദൈവഹിതത്തില. ഒരാമീൻ പറ. ഞാൻ ദൈവഹിതത്തില്ല. എന്താണ് ദൈവഹിതം എന്നല്ല ദൈവഹിതം. ഇതാ പറയുന്നത്. 4 ഹിതങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ടുണ്ട്. 1, എനിക്ക് എന്നെ കുറിച്ച് ഒരു ഹിതമുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി പേർക്കില്ല ഇതിനകത്ത് ഇങ്ങനെ വന്നിരിക്കാം എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ വന്നതല്ല. ആണോ? ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ ദൈവഹിതമായിരുന്നു. നമ്മൾ പലതും അറിഞ്ഞില്ല, പക്ഷെ അറിയാതെ ദൈവഹിതം അടുത്തോണ്ട് വന്നു. അതെന്താ കാര്യമെന്നറിയാമോ? നിന്നെ ദൈവഹിതത്തിനകത്ത് അടുപ്പിക്കണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അവിടുന്നും ഇവിടുന്നുമൊക്കെ നിന്നെ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരണമെന്നത് ദൈവത്തിന്റെ ഒരു കാര്യം കൂടെ. തിന്മകളെ പഴിക്കരുത്. അതെന്തിനാണെന്നറിയാമോ? തിന്മകളില്ലായിരുന്നെങ്കിൽ നമ്മൾ യേശുവിനെ കാണത്തില്ലായിരുന്നു. ആ പ്രശ്നം ഉള്ളോണ്ടാ നമ്മൾ ദൈവത്തിൽ ഉറച്ചേ. ഇന്നലത്തെ പ്രശ്നമൊക്കെ ഇന്നത്തെ സാക്ഷിയാ. ഭ്രാന്തനെ സുവിശേഷ വേലയിൽ കൊണ്ടുവരുന്നതിന്റെ പേര് ദൈവഹിതം. എന്താ? ഭ്രാന്തനെ സുവിശേഷ വേല ചെയ്യിക്കുന്നത് ദൈവത്തിന്റെ ഹിതം.
അന്ന് സന്ധ്യയായപ്പോൾ യേശുവും ശിഷ്യന്മാരും കൂടെ അക്കരയ്ക്ക് പോകുക. ലക്ഷ്യം അക്കരെ വരെ എത്തുവെന്ന ഒരു കാര്യം ആത്മാവിൽ പറയാം. ദൈവം നിന്നോട് വല്ലോം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കും. നല്ല ആമീൻ പറ. ഇതുപോലെ ശക്തിയോടെ ഹല്ലേലൂയ. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, ഇതിനകത്തു ചില വ്യക്തികളുടെ മേൽ ദൈവഹിതം നിറവേറാൻ പോവാ. കർത്താവ് ഇന്ന് രാവിലെ നിന്നോട് പറഞ്ഞത്, നീ അക്കര വരെ എത്തുമെന്നാണെങ്കിൽ നീ അക്കര വരെ എത്തിക്കാൻ കരുത്തുള്ളവൻ പടകിലുണ്ട്. യേശുവും 12 ശിഷ്യന്മാരും അക്കരയ്ക്ക് യാത്ര ചെയ്യുക. യേശു ഉണ്ടെങ്കിലും പ്രശ്നമുണ്ട്. ഇതിന് ആമീൻ പറയണം. യേശു ഉണ്ടെങ്കിലും പ്രശ്നമുണ്ട്. യേശു ഉണ്ടെങ്കിൽ പ്രശ്നം ഇല്ലെന്ന് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തെറ്റാ. ഉണ്ടെങ്കിൽ അങ്ങനെ പഠിച്ചിട്ടുണ്ട്, തെറ്റാണ്. യേശു ഉണ്ടെങ്കിലും പ്രശ്നമുണ്ട്. പക്ഷേ പ്രശ്നത്തെ നീ തോപ്പിക്കും. ഇതാ ക്രിസ്തീയ ജീവിതം. പ്രശ്നം നിന്നെ തൊടുവെന്നല്ല, പ്രതിസന്ധിയെ തോൽപ്പിക്കാനകത്ത് ഒരഭിഷേകം വ്യാപരിക്കും. അതാണ് ക്രിസ്തീയ ജീവിതമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുക. എന്തോ നടക്കും. ദൈവഹിതം ഒന്ന് ചേർന്ന് പറഞ്ഞേ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇന്ന് രാവിലെ ദൈവഹിതം നിറവേറും. എന്തേ നടക്കത്തുള്ളൂ? ദൈവഹിതം. ഇനി ഹിതം പറയാൻ പോവാ. കടലിന്റെ ഹിതം മുക്കണമെന്ന്, വെള്ളത്തിന്റെ ഹിതം വെള്ളം കുടിപ്പിക്കണമെന്ന്, കാറ്റിന്റെ ഹിതം ഈ പടക് അടിച്ച് തകർക്കണമെന്ന്, ദൈവത്തിന്റെ ഹിതം നീ അക്കരെ എത്തണമെന്ന്. മനസ്സിലാകുന്നവര് മാത്രം സ്വത്രം പറഞ്ഞാൽ മതി. മനസ്സിലാകുന്നവരുണ്ട് സ്വത്രം പറഞ്ഞു. ഈ കടലിന്റെ ഹിതം നിറവേറത്തില്ല, ഈ വെള്ളത്തിന്റെ ഹിതം നിറവേറത്തില്ല, ഈ ഓളത്തിന്റെ ഹിതം നിറവേറത്തില്ല, ഈ കാറ്റിന്റെ ഹിതം നിറവേറത്തില്ല. അതിനകത്തുള്ള ദൈവത്തിന്റെ ഹിതം നിറവേറി വരും. കാറ്റിന്റെ ഹിതം ഇത് ഉടച്ചു കളയണമെന്ന്, കടലിന്റെ ഹിതം നിന്നെ മുക്കണമെന്ന്, വെള്ളത്തിന്റെ ഹിതം നിന്നെ വെള്ളം കുടിപ്പിക്കണമെന്ന്. എന്നാൽ ഒരു കവള് വെള്ളം പോലും നീ കുടിക്കത്തില്ല. വെള്ളത്തിന്റെ ആഗ്രഹം എന്തുവാ? മുക്കുവെന്ന്. എന്തുവാ പ്രിയരെ? നിന്റെ വീട് മുങ്ങാൻ കാത്തിരിക്കുന്നവരുണ്ട് കേട്ടോ. നിന്റെ തലമുറ നശിക്കാൻ കാത്തിരിക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുക, നീ നശിക്കാൻ പോവല്ല, നിന്റെ കുടുംബം ഓടയാൻ പോവല്ല. നീ വിറ്റു മുടിച്ച് നശിക്കാൻ നിനക്കെതിരെ എഴുതിയ രേഖയുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ സ്വർഗം അതിനെ മുറിച്ചു കളയുന്ന ഒരു വെളിപ്പാട് ഞാൻ ഈ രാവിലെ കാണുക. കടലിന്റെ ആഗ്രഹം നീ മുങ്ങണമെന്ന്, വെള്ളത്തിന്റെ ആഗ്രഹം നിന്നെ വെള്ളം കുടിപ്പിക്കണമെന്ന്, കാറ്റിന്റെ ആഗ്രഹം നിന്റെ വള്ളം ഉടയ്ക്കണമെന്ന്. പക്ഷെ പടകിലുള്ള യേശുവിന്റെ ആഗ്രഹം ഇതിനെ ശാന്തമാക്കണമെന്ന്, ഇതിനെ ശാന്തമാക്കണമെന്ന്. എത്ര പേർക്ക് രാവിലെ ഉറപ്പുണ്ട് ഈ പ്രശ്നം ശാന്തമാകാൻ പോവാ? ഇന്ന് രാവിലെ എത്ര പേർക്ക് ഉറപ്പുണ്ട് ഈ പ്രശ്നം ശാന്തമാകും? വർഷങ്ങളായി മുങ്ങും എന്ന് വിചാരിക്കുന്ന നിന്നോട് പറയുക, കടഭാരം കൊണ്ട് നീ മുങ്ങത്തില്ല. നല്ല ആമേൻ പറ. ഓ കർത്താവിന് ഇന്ന് രാവിലെ നന്ദി പറഞ്ഞ്, ഇന്ന് രാവിലെ നീ മുങ്ങിപ്പോകത്തില്ല. ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ, നിന്നേക്കാൾ കഴിവുള്ളവരെ ഈ വെള്ളം മുക്കിയതാ. പക്ഷെ കഴിവ് കൊണ്ട് മുങ്ങത്തില്ലെന്നല്ല, കൃപ കൊണ്ട് മുങ്ങത്തില്ല. നിന്നേക്കാൾ മിടുമിടുക്കർ ഇവിടെ തകർന്നു പോയതാ. പക്ഷെ നീയോ നിന്റെ കുടുംബമോ മുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. ഒന്ന് കരമുയർത്തി പറഞ്ഞ, ഞാനോ എന്റെ തലമുറയോ മുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. ഞാനിത് വെറുതെ പറഞ്ഞല്ല, ഇത് പ്രവചനാത്മാവി പറഞ്ഞ.
നിങ്ങൾക്ക് ഏറ്റെടുത്ത് ഹല്ലേലൂയ പറയാം. നിങ്ങൾ മുങ്ങത്തില്ല, നിങ്ങളുടെ കുടുംബം മുങ്ങത്തില്ല, നിങ്ങളുടെ തലമുറ മുങ്ങത്തില്ല, നിന്റെ വീട് മുങ്ങത്തില്ല. നീ പ്രതിസന്ധിയിൽ മുങ്ങിപ്പോയാൽ എന്റെ ദൈവം സമ്മതിക്കുകയാണ് ഇന്ന് രാവിലെ അടങ്ങാൻ. ഹല്ലേലൂയ. ഉടാരാ സംഭവാനിയാധാര ദിയാരാദിയ ഔഡമനവടവ സംഭവാനിയാലഗടഗസിയ. നീ മുങ്ങുന്നതിന് മുമ്പ് യേശു എഴുന്നേക്കും. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ച ഒരു ചോദ്യം, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലേ? ഇതിനകത്തിരിക്കുന്ന പലരും ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ സദ്വർത്തമാനം പറയുക, നശിക്കത്തില്ല. ആമീൻ പറഞ്ഞോ, നശിക്കത്തില്ല, നശിക്കത്തില്ല. എന്നോട് കർത്താവ് പറയുക, നശിക്കത്തില്ലെന്ന് പറയാൻ, നശിക്കത്തില്ലെന്ന് പറയാൻ. ഇതുകൊണ്ട് നീ ആത്മഹത്യ ചെയ്യണ്ട. നീ നശിക്കത്തില്ല, നിന്റെ കുടുംബം നശിക്കത്തില്ല, നിന്റെ തലമുറ നശിക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ നശിച്ചു പോകാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തെ സേവിക്കുന്നവൻ നശിച്ചു പോകാൻ. പ്രിയരെ, എനിക്ക് തുള്ളി ചാടാൻ തോന്നുക കേട്ടോ. എന്നോട് ദൈവം പറയാൻ നശിക്കത്തില്ല. അടുത്തിരിക്കുന്ന രണ്ടുപേരുടെ കൈ പിടിച്ച് പറ, നശിക്കത്തില്ല. നമ്മൾ ഇത്രയും വർഷവും പറഞ്ഞുകൊണ്ടിരുന്ന നശിക്കുമെന്ന, പക്ഷെ ഇപ്പം നമ്മൾ പറയാ നശിക്കത്തില്ല, നശിക്കത്തില്ല. നഷ്ടപ്പെട്ടതെല്ലാം മടങ്ങി വരാൻ പോവാ, നഷ്ടപ്പെട്ടതെല്ലാം മടങ്ങി വരാൻ പോവാ. ആരോഗ്യം പോയെങ്കിൽ ഇന്ന് രാവിലെ തിരിച്ചു വരും. ശബ്ദം പോയത് തിരിച്ചു വരും. നിനക്ക് ആരുമില്ല, പക്ഷെ ദൈവമുണ്ട്. അത് പോരായോ? പോരായോ? അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. ഏറ്റവും വിലപ്പെട്ടത് ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. ഞങ്ങളുടെ മൂന്നാമത്തെ കുഞ്ഞാണിത്. ഒരു മോളും ഒരു മോനും ഉണ്ട്. മോനെ കൊണ്ടുവന്നിട്ടില്ല. മോക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ പാസ്റ്ററിനൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തായിരുന്നു. പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, റോസി ഒരു 5-ാം മാസം ആകുമ്പം ഒരു പ്രതിസന്ധി കടന്നു വരുമെന്നൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ പേടിക്കേണ്ട, എല്ലാം ദൈവം ഭംഗിയായിട്ട് നടത്തി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ 5-ാം മാസം ആയപ്പം എനിക്ക് BP ഒക്കെ ഇച്ചിരി കൂടി തുടങ്ങി. അപ്പോൾ ഡോക്ടേഴ്സ് എനിക്കോട് കുറച്ച് ടെസ്റ്റൊക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഡ്യൂട്ടിയുടെ ഇതൊക്കെ കാരണം എനിക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഡിലേ കാരണം തന്നെ അത് ഒരു 2 മാസത്തേക്ക് നീണ്ടു. ഇങ്ങനെ 7-ാം മാസം ആയപ്പം എൻ്റെ BP ഒത്തിരി കൂടി. ഞാനപ്പോൾ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ BP ഒത്തിരി കൂടിയിട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റും യൂറിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നപ്പോഴത്തേന് ഒത്തിരി ഹൈ ആകുമ്പം ഏകദേശം ഇച്ചിരി കൂടിക്കഴിഞ്ഞാൽ എനിക്ക് ഫിക്സ് അടിക്കും. അതേ സ്റ്റേജിൽ നിൽക്കുക. അപ്പോൾ ഡോക്ടേഴ്സ് പെട്ടെന്ന് തന്നെ ഡ്യൂട്ടി വെച്ച് തന്നെ അഡ്മിറ്റ് ആക്കി. എമർജൻസി സിസേറിയന് പോസ്റ്റ് ചെയ്തു. അപ്പം കൂടെ ഹസ്ബൻഡില്ല, ഹസ്ബൻഡ് ഇവിടെ നാട്ടില്ല. പെട്ടെന്ന് വീട്ടിൽ വിളിച്ച് പറഞ്ഞു, അവിടുന്ന് ബിനുപാസിനെടുക്കാൻ വിളിച്ച് പറഞ്ഞു. പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഒന്നും സംഭവിക്കുകയില്ല, ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 7 മാസം ആയത് കാരണം കുഞ്ഞിന് ലങ് മച്യൂരിറ്റി ഒന്നും ആയിട്ടില്ല. അപ്പോൾ അവർ സ്കാൻ ചെയ്തപ്പം കുഞ്ഞിന് IUG ആല, കുഞ്ഞിന് വളർച്ചയില്ല, കുഞ്ഞിന് കിടക്കാനുള്ള അഡിക്വേറ്റ് അമ്നോട്ടിക് ഫ്ലൂയിഡ് ഇല്ല, കുഞ്ഞിൻ്റെ ആക്ടിവിറ്റി ഒക്കെ ഒന്നും നോർമലല്ല. അപ്പം അവർ ഇനി മുന്നോട്ട് നമുക്ക് നീട്ടാൻ പറ്റത്തില്ല. അപ്പോൾ കുഞ്ഞിൻ്റെ ലങ് മച്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഇഞ്ചക്ഷൻ എടുക്കാം, സ്റ്റീറോയിഡ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റീറോയിഡ് എടുത്തിട്ട് അതിൻ്റെ 2nd ഡോസിന് വേണ്ടിയിട്ട് മാത്രം വെയിറ്റ് ചെയ്യുക. അപ്പോൾ സിസേറിന് വേണ്ടിയിട്ട് തിയേറ്റർ ലിസ്റ്റ് എല്ലാം പോയി. ഞാൻ രാത്രി ഇങ്ങനെ പ്രാർത്ഥിച്ച് കിടക്കുക. എന്നിട്ട് ഒരു 12:30 ആയപ്പോൾ 2nd ഡോസ് തന്നു കഴിഞ്ഞിട്ട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഒരു എമർജൻസി സ്കാനും കൂടെ ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ ആ എമർജൻസി സ്കാൻ ചെയ്ത് കഴിഞ്ഞതിനകത്ത് കുഞ്ഞിന് IUGR ഇല്ല, കുഞ്ഞിന് ആഡ്യൂക്കേറ്റ് ഫ്ലൂയിഡ് ഉണ്ട്, അമ്നോട്ടിക് ഫ്ലൂയിഡ് എല്ലാം ആഡ്യൂക്കേറ്റ് ആയി, കുഞ്ഞിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം നോർമലായി. അങ്ങനെ BP എൻ്റെ 200 അത് 110-70 നോർമൽ റേഞ്ചിലേക്ക് എത്തി. അങ്ങനെ എൻ്റെ മഗ്നീഷ്യം ഇൻഫ്യൂഷൻ ഒക്കെ അവർ സ്റ്റോപ്പ് ചെയ്തു. മഗ്നീഷ്യം തന്നത് നമുക്ക് സീഷർ അടിക്കാതിരിക്കാൻ വേണ്ടി തന്ന.
അപ്പോൾ എന്നോട് അവിടെയുള്ള സിസ്റ്റർമാരൊക്കെ പറഞ്ഞു ഇങ്ങനെ സാധാരണ ഇങ്ങനെ രീതിയിൽ വരാറില്ല, മഗ്നീഷ്യം ഇൻഫ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ സിസേറിന് വിടത്തേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ സ്കാൻ റിപ്പോർട്ട് എല്ലാം അങ്ങനെ നോർമലായപ്പം ഡോക്ടർ പറഞ്ഞു നമുക്കിന്ന് രാവിലെ റൗണ്ട്സിന് വേണ്ടി ഒന്നും കൂടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞ് 30 ആഴ്ചയേ ആയിട്ടുള്ളൂ. 1,200 ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞ്. അപ്പോൾ 1,200 കുഞ്ഞിനെ അവർ വെന്റിലേറ്ററിൽ ഇടും. സിസേറിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു 1.5 മാസത്തോളം കുഞ്ഞ് NICUലായിരിക്കും. അത് കഴിഞ്ഞിട്ട് രാവിലെ ഗ്രൗണ്ട് റൗണ്ടിന് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം നോർമലാണ്. അപ്പം പ്രത്യേകിച്ച് ഒന്ന് കൈയടിച്ച് ദൈവത്തിന് സ്വന്തം പറഞ്ഞു. അവർ രണ്ടുപേരും മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, നിസ്സാര സമയം കൊണ്ട് അത് നോർമലാക്കിയ ആളിന്റെ പേര് യേശു എന്നാണ്. ഒന്ന് കരമുയർത്തി ദൈവത്തിന് ഒരാമയും പറഞ്ഞേ. വെറും 12 മണിക്കൂർ കൊണ്ട് എല്ലാം നോർമലായി. അത് കഴിഞ്ഞ് അങ്ങനെ എനിക്ക് ഒരു 5 ആഴ്ച കൂടെ ദൈവം നീട്ടി തന്നു. അങ്ങനെ 1.5 മാസം ഹോസ്പിറ്റലായിരുന്നു. കുഞ്ഞ് 35 ആഴ്ചയായപ്പോൾ അവർ സിസേറിൻ ചെയ്തെടുത്തു. കുഞ്ഞ് 2,200 സിസേറിൻ ചെയ്തെടുത്ത്. കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. അവളാ എൻ്റെ കയ്യിൽ. നിങ്ങൾ കണ്ടേ, കുഞ്ഞിനിപ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാ ആക്ടിവിറ്റീസും നോർമലാണ്. ഒന്ന് കരമുയർത്തി കർത്താവിന് ഹല്ലേലൂയ പറഞ്ഞേ. വൈദ്യശാസ്ത്രത്തിന് മുകളിൽ ഒരു വൈദ്യനുണ്ട്. ആളിൻ്റെ പേര് യേശു എന്നാണ്. എല്ലാവരും കൂടെ ഒന്ന് വിളിച്ച ആ നാമത്തെ യേശു. ഇന്ന് രാവിലെ തകർന്ന് നിങ്ങളെ പൊക്കിക്കൊണ്ടുവരാൻ കരുത്തുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. ഒരു സാക്ഷ്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അത് ഞാൻ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത് പിറ്റേ ദിവസം തൊട്ട് എൻ്റെ കാലിൻ്റെ മുട്ട് വരെ നീരാണ്. എനിക്ക് വാടി കൂടെ നടക്കാനൊന്നും മേല. ഞാൻ അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുക. അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു. അതിനകത്ത് എനിക്ക് വീണ്ടും എൻ്റെ യൂറിയയും ക്രിയാറ്റിനും യൂറിക് ആസിഡ് എല്ലാം ഒത്തിരി ഹൈ ആണ്. BP എല്ലാം വീണ്ടും കൂടി. അങ്ങനെ ഞാൻ അവിടെ ഒരു നെഫ്രോളജിസ്റ്റിനെ പോയി കണ്ടു. അപ്പം നെഫ്രോളജിസ്റ്റ് എന്നോട് പറഞ്ഞു വീണ്ടും ആ ടെസ്റ്റിനകത്ത് എല്ലാം റീഡിങ് വീണ്ടും കൂടി വരും. അപ്പോൾ അതിൻ്റെ കിഡ്നി ഡാമേജിൻ്റെ ഒരു ചെറിയ ലക്ഷണമായിട്ട് അതിനകത്ത് കാണുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് കിഡ്നി ബയോപ്സി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ബയോപ്സിക്ക് അഡ്മിറ്റ് ആകാൻ പോകുന്നതിന് 1 മണിക്കൂർ മുമ്പ് പാസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. അന്നേരം പ്രാർത്ഥിച്ചിട്ട് പാസ്റ്റർ എന്നോട് പറഞ്ഞു ധൈര്യമായിട്ട് പോക്കോ, ഒന്നും സംഭവിക്കുകയില്ല, ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അഡ്മിറ്റ് ആകാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ മാത്രമേ ഉള്ളൂ, കാരണം കുഞ്ഞ് പ്രീ ടൈം ആയത് കാരണം ഹസ്ബൻഡും കുഞ്ഞും വീട്ടിൽ. പിന്നെ കൂടെ ഒന്നും ആരുമില്ല. നടക്കാൻ പോലും മേലെ കാല് ഫുള്ള് നീരാ. അപ്പോൾ കാഷ്വാലിറ്റി കൂടെ ഒക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ പോകുന്നത്. കിഡ്നി ബയോപ്സിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആകാൻ വേണ്ടിയിട്ട് പോവാം. അങ്ങനെ അഡ്മിഷൻ പ്രൊസീജിയർ കഴിഞ്ഞ് ഞാൻ എൻ്റെ ബെഡിലെത്തി. പെട്ടെന്ന് ബലൂൺ പോലെ വീർത്തിരുന്ന എൻ്റെ കാല്, നമ്മൾ ബലൂൺ എങ്ങനെ സൂചിയിട്ട് കുത്തി പൊട്ടിക്കുമ്പോൾ പെട്ടെന്ന് ചൊങ്ങി പോകുന്നത്, പെട്ടെന്ന് എൻ്റെ നീരെല്ലാം അങ്ങ് ചൊങ്ങി. മെഡിക്കേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല. അവർ കിഡ്നി ബയോപ്സിയുടെ പ്രിക്കോഷനായിട്ട് എൻ്റെ എല്ലാ ബ്ലഡ് ടെസ്റ്റും എടുത്തു. അപ്പോൾ അതുവരെ ഒത്തിരി ഹൈയിൽ നിന്ന് യൂറിക് ആസിഡ് 500 നിന്ന് യൂറിക് ആസിഡ് 300 ഇതുവരെ എൻ്റെ അങ്ങനെ നോർമൽ ആയിട്ടില്ലായിരുന്നു. അതുപോലെ യൂറിയായി നോർമലെത്തി. ക്രിയാറ്റിൻ 132 അത് 108 മാറി. 98 നോർമൽ. അതും മെഡിസിൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തതാണ് ദൈവം എനിക്ക് അത്രയും സൗഖ്യം അവിടെ തന്നത്. ഒന്ന് കരമുയർത്തി ദൈവത്തിനൊന്ന് സ്വന്തം പറഞ്ഞേ. പ്രിയരെ, നിങ്ങൾ കേട്ടെ, ആള് ആശുപത്രിയിലോട്ട് നടന്നു പോകുകയാണ്. കാല് നീര് വെച്ചിരിക്കുന്നു, നടന്നു പോകാൻ പറ്റത്തില്ല. പക്ഷേ ബെഡേ കയറി, മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ബെഡേ കയറി ഇരുന്നപ്പം ബലൂണ് കാറ്റ് കുത്തി വിടുന്ന പോലെ നീര് നോർമലായി. ഒരു നല്ല സന്തോഷത്തോടെ ഹല്ലേലൂയ പറ. ഇത് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ഒരാളെ ഉള്ളത് കർത്താവാണ്. ഞങ്ങൾ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നു. ഇവരൊരിക്കലും പ്രതീക്ഷയല്ല ഈ നിലയിൽ വന്നിങ്ങനെ നിൽക്കുന്നത്. ദൈവം അവരെ നടത്തി. ലോകം മുഴുവൻ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ സൗഖ്യമാക്കുവാൻ, തകർന്നു പോയ നിങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങളെ ഉദ്ധരിക്കുവാൻ ദൈവത്തിന് സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തത് കർത്താവാണ്. നിങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുക, പ്രവചനങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതം എന്നും തകർന്നു പോകാൻ, നാശത്തിലേക്ക് പോകാൻ ദൈവം സമ്മതിക്കില്ല. നിങ്ങളൊരു നാശമല്ല, നിങ്ങളൊരു തകർച്ചയല്ല, നിങ്ങളൊരു പരാജയമല്ല. ഈ പരാജയത്തെ മുഴുവൻ വിജയമാക്കുവാൻ നമ്മുടെ ദൈവത്തിന് സാധ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സർവ്വ പരാജയങ്ങളും ജയമായി മാറും, അത്ഭുതമായി മാറും. ഒരുമിച്ച് നിങ്ങൾ ഞങ്ങളോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവ്, ലോകം മുഴുവൻ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പുറംപല്ല് കൊണ്ട് ചിരിക്കുമെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ വേദന കടിച്ചമർത്തുന്ന നിരവധി പ്രിയപ്പെട്ടവരുടെ മേൽ
ഈ നിമിഷം ദൈവിക സൗഖ്യത്തിൻ്റെ കരം വ്യാപരിക്കേണ്ടതിനായി ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നീണ്ട നാളുകളായി ഒരു ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് വഴികൾ തുറക്കണം. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. എത്ര മാരക രോഗത്തിൻ്റെ പിടിയിലാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകുവാൻ അധികാരത്തോടെ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ. പരിശുദ്ധാത്മാവിനോട് പറയുക, വിവാഹം കഴിച്ച് കുടുംബജീവിതം തകർന്നുപോയി, ഇനി യാതൊരു പ്രതീക്ഷയുമില്ല എന്ന് വിചാരിച്ച് ഞങ്ങളെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ മേൽ നിമിഷം ദൈവത്തിൻ്റെ കരത്തിൻ്റെ അത്ഭുതം വെളിപ്പെട്ടു വന്ന് തകർന്നുപോയ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുകയാണ്. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഏത് മാരക രോഗത്താൽ ഈ നിമിഷം ഞങ്ങളെ കേൾക്കുന്ന ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ സൗഖ്യമുണ്ടാകാൻ അധികാരത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക സൗഖ്യവും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥനയുടെ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ട കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആത്മീക ആരാധനകൾക്കും വിടുതലിൻ ശുശ്രൂഷകൾക്കുമായി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 മണി മുതൽ 1 മണി വരെ പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷന് സമീപം റോയൽ എൻഫീൽഡ് ഷോറൂമിന്റെ 1-ാം നിലയിൽ ആത്മീക ആരാധനകൾ നടത്തപ്പെടുന്നു. ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ചൊവ്വാഴ്ചകളിലും പത്തനംതിട്ട കോളേജ് റോഡ് മണ്ണിൽ റീജൻസിയിൽ വെച്ച് രാവിലെ 10 മണി മുതൽ 1 മണി വരെ വിടുതലിൻ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 0422220207 എന്ന നമ്പറിലോ 9446115091 എന്ന നമ്പറിലോ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9447230207. Our website address www.elohimgwc.com. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട നമ്പർ 9446115091.